കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. ചെറുവത്തൂരിലാണ് 2 ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനം നടക്കുന്നത്. അവകാശ സമര പോരാട്ടങ്ങളുടെ സ്മരണകളിരമ്പുന്ന ചെറുവത്തൂരിലാണ് കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. കാലിക്കടവ് സി കൃഷ്ണൻ നായർ സ്മാരകത്തിൽ നിന്ന് ആദ്യകാല നേതാവ് MV കോമൻ നമ്പ്യാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV കുഞ്ഞികൃഷ്ണന് കൈമാറിയ ദീപശിഖ സമ്മേളന നഗറിൽ എത്തിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം T കോരൻ ദീപശിഖ തെളിയിച്ചു. ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞിരാമൻ പതാക ഉയർത്തി. P പത്മനാഭൻ മാസ്റ്റർ നഗറിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് SK പ്രീജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ വന്നതിനു ശേഷം UDF എടുക്കുന്ന കാർഷിക മേഖല എടുക്കുന്ന സമീപനങ്ങൾ എന്ത്? കർഷകരുടെ അടക്കമുള്ള ക്ഷേമ പദ്ധതികളെ ഇല്ലാതാക്കുന്നു. പാവപ്പെട്ട കർഷകൻ എടുക്കുന്ന ലോണുകൾക്ക് കടാശ്വാസ കമ്മീഷൻ വഴി ഇളവുകൾ ലഭിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച് സമഗ്രമായി കടാശ്വാസ കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ ഗവൺമെന്റ് ആ പ്രവർത്തനത്തെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. ആ പ്രവർത്തനവും അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. K കുഞ്ഞിരാമൻ അധ്യക്ഷനായി. M രാജീവൻ രക്തസാക്ഷി പ്രമേയവും C ബാലൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P ജനാർദ്ദനൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും വ്യാഴാഴ്ച തെരഞ്ഞെടുക്കും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് 4-ന് കണ്ണാടിപ്പാറ കൊടക്കാട് ബാങ്ക് പരിസരത്ത് നിന്ന് പൊതുപ്രകടനം ആരംഭിക്കും. ചെറുവത്തൂരിൽ KP വത്സൽ നഗറിൽ പൊതുസമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, കാസർഗോഡ്.